കൊണ്ടുപോകാം, മരിച്ചു. എന്നാൽ ആ വ്യക്തിക്ക് ഇനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് അവസരം കൊടുക്കുക. അവർക്ക് അവസരം കൊടുത്ത ഈ പറഞ്ഞതുപോലെ ധാരാളം പണം ചിലവാക്കി നടത്താൻ ചികിത്സ ചെയ്യാൻ കഴിയാത്ത ഒരു കുടുംബത്തിൽ ഈ നാളുകൾ വെന്റിലേറ്ററിൽ വെച്ച് പണം ചിലവാക്കുന്നതോ അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ തന്നെ, അപ്പോളോ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം, ഇങ്ങനെ ആരും നിർബന്ധിക്കാറില്ല. അവർക്ക് അവസരം അവരുടെ കഴിവിനൊത്തവണ്ണം ചെയ്യുകയും ബാക്കി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സോ ആരെങ്കിലും സഹായിക്കുകയും ചെയ്ത് മാക്സിമം ജീവിക്കാൻ അനുവദിക്കുക. ഇവിടെ ചർച്ച ആകെ നീങ്ങിപ്പോകുന്നത് ദൈവം കൊടുത്ത ജീവനാണ്, അത് നമുക്ക് എടുക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. ഇത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എടുക്കുന്ന അവസരത്തിൽ ദൈവം എവിടെയാണ് പോകുന്നത്? അദ്ദേഹത്തിന് അപ്പോഴും അത് തടയാൻ സാധിക്കില്ലേ? അതുകൊണ്ട് ദൈവം കൊടുത്ത ജീവനെന്നും അത് ദൈവം കൊടുത്തത് കൊണ്ട് എടുക്കാൻ പാടില്ല എന്നും പറയുന്നതിന് അർത്ഥമില്ല. ഈ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, കോഴിയെ കൊന്ന് കറി വെക്കാത്ത ആരുണ്ട് ഈ കൂട്ടത്തില്? ആ കോഴിക്ക് ജീവൻ കൊടുത്ത ആരാ? ആ കോഴിക്ക് ജീവൻ കൊടുത്ത ദൈവമാണെങ്കിൽ നിങ്ങൾ എന്തിനാ അതിന്റെ ജീവൻ എടുത്തു? അതിന് സമാനം നിങ്ങൾ പറ. ആത്മഹത്യ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഗർഭചിത്രത്തിൽ കൂടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത്, ജനിക്കാനുള്ള അവകാശം നൽകുന്നില്ല. ഒരു ഭാഗത്ത് ദേവതവും കൂടെ നിയമപ്രമാണമാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ആശുപത്രികൾ എന്ന് പറയുന്ന ഒരു കശാപ്പ് ശാലയായിട്ട് മാറും. അഴിമതിയും. കേരളം ഒരു സ്റ്റേറ്റിന് മാത്രമായിട്ട് ഇത്തരത്തിലൊരു നിർദ്ദേശമോ നിയമമോ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളൊരു സാങ്കേതികമായ ഒരു സംശയമുണ്ട്. എങ്ങനെ നിയമം കൊണ്ടുവരാം? കാരണം ഇന്ത്യൻ പീനൽ കോഡ്, മെക്കാളെ കൊണ്ടുവന്ന ഇന്ത്യൻ പീനൽ കോഡ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കൊണ്ടുവന്ന നിയമമാണെങ്കിൽ പോലും അതിൽ ഓരോ സ്റ്റേറ്റും ആ പീനൽ കോഡിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള നിയമങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് കേരള അമെൻമെന്റ് ബില്ലാണ്. അത് അമെൻമെന്റ് ആക്ടായി വരുമ്പോൾ കേരളത്തിൻ്റെതായ രീതിയിലുള്ള ഒരു അഡോപ്ഷൻ നമുക്ക് എടുക്കാം. വൃദ്ധരായിട്ടുള്ള ദമ്പതികളെ നോക്കാൻ ആളില്ലാതാകുന്നു. ഈ സമയത്ത് അറിയാതെ പോലും ഭൗതിക സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഡോക്ടർമാരറിയാതെ പല കുടുംബങ്ങളിലും ബന്ധുക്കൾ ദയാവധത്തിന് വിധേയരാക്കുന്നില്ലേ? പലരെയും ഉണ്ട്, ഒരു സംശയമില്ല കാര്യത്തിന്. ധാരാളം ദയാവധങ്ങൾ കുടുംബങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് പണമില്ലാത്തതുകൊണ്ട് ഡോക്ടർമാരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ഈ രണ്ട് പ്രശ്നത്തിൽ ഞാൻ ഒരു അഭിപ്രായം കൂടി പറയാം. അസമത്വങ്ങളില്ലാത്ത, ചൂഷണങ്ങളില്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ ജനന നിയന്ത്രണവും ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേത് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ആ ആൾ ജീവിച്ചിരിക്കുന്നത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്ര ഒരു ഗതികേടിലാവുന്ന അതികഠിനമായ ശാരീരിക വേദനയുടെ ഒരു ഘട്ടം, അന്ന് ഈ പറയുന്നത് പോലെ ദയാവധവും രണ്ടും ഒരു തരത്തിൽ ഒരു മാതൃകാപരമായ ഒരവസ്ഥയിൽ രണ്ടും ശരിയാണ്. ഗർഭഛിദ്രം രാജ്യത്ത് നിയമം വന്നു എന്തിനു വേണ്ടിയായിരുന്നു? അപൂർവമായ സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം. ഇന്ന് ഗർഭഛിദ്രം നടത്തുന്ന മുഴുവൻ അപൂർവ സാഹചര്യങ്ങളാണോ? ഇവിടെ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുഴുവനും എല്ലാവരും എന്നുള്ളതല്ല, എത്ര അധികം തിരുവനന്തപുരത്ത് രഹസ്യ റിപ്പോർട്ട് 250 അബോർഷൻ ഓരോ ദിവസം നടക്കുന്നുണ്ട്. ഇത് മുഴുവൻ അത്യപൂർവമായ സാഹചര്യത്തിലൂടെയാണോ? അപ്പോൾ ദേവവധം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? 2 വർഷം മുമ്പ് അമേരിക്കയിൽ ടെറേഷ്യാവോ എന്ന് പറയുന്നൊരു പെൺകുട്ടി, അവൾ ട്യൂബിലൂടെ വർഷം കൊടുത്തുകൊണ്ടിരുന്നു. അമേരിക്കയിലെ നിയമം അനുസരിച്ച് ഭർത്താവ് കോടതി കൊടുത്തു, അത് ട്യൂബ് മാറ്റാൻ അനുവദിക്കണം. അവിടെ അനുവദിച്ചു ട്യൂബ് മാറ്റാൻ. ആ കുട്ടിയുടെ അമ്മയും അപ്പനും ഉൾപ്പെടെ ഉള്ളവർ മുഴുവൻ അത് മാറ്റരുത്, അതിന് ഉള്ളിൽ ജീവനുണ്ട്, അതിന് റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടും അമേരിക്കയിൽ നിയമം കാരണം ആ കുഞ്ഞിനെ കൊല്ലാൻ അനുവദിച്ചു. എന്ത് സംഭവിച്ചു? ആ ടെറേഷ്യോ മരിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭർത്താവ് സ്വത്തിന് അവകാശത്തിന് കേസ് കൊടുത്തു. ഞങ്ങൾ എടുക്കുന്ന ഹിപ്പോക്രാറ്റിക് ഓത്ത്, അതിൻ്റെ അകത്തൊരു സെൻറ്റൻസ് ഉണ്ട്, under no circumstance will we administer anything that will cause death of a patient. ഒരു കാരണവശാലും നമ്മൾ മരണത്തിനിടയാകുന്ന ഒരു മരുന്ന് കൊടുക്കാൻ ഞങ്ങൾ മുതിരുകയില്ല. രണ്ടാമത്തെ പോയിൻ്റ്, ഓരോ മണിക്കൂറിലും ഭാരതത്തിൽ 65 പേർ ക്യാൻസർ മൂലം വേദനിച്ച് മരിക്കുന്നു. നമ്മുടെ ഫോക്കസ് ലൈഫിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരും. ഈ ഏപ്രിലിൽ കേരള ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത പോളിസി, സാന്ത്വനിക ചികിത്സയുടെ നയം, ഓരോ പഞ്ചായത്തിലും 10 വർഷത്തിനകം ഒരു പാലിയേറ്റീവ് കെയർ ക്ലിനിക് തുടങ്ങുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു നിയമം വന്നാൽ വി വിൽ ബി ടേക്കിംഗ് 1 സ്റ്റെപ്പ് ഫോർവേഡ്സ് 2 സ്റ്റെപ്പ് ബാക്ക്വേഡ്സ്. ഒരപ്പനാകാൻ, ഒരു ചേട്ടനാകാൻ, നല്ലൊരു ഭാര്യയാകാൻ, ഭർത്താവാകാൻ സാധിക്കണമെങ്കിൽ, ഇത് ഉണ്ടാകണമെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വളരണം. ഇത് ബോധമുള്ളവർക്കറിയാം. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സമൂഹത്തിൽ മാറ്റം അനിവാര്യമാണ്. അത് നിയമത്തിന്റെ പിന്തുണയോടുകൂടിയാണെങ്കിലും അല്ലെങ്കിൽ സമൂഹം സ്വയം ആണെങ്കിലും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. കേരളത്തിൽ കാലഹരണപ്പെട്ട നിയമങ്ങൾ ഒരുപാടുണ്ട്, നിയമപരിഷ്കരണം അനിവാര്യമാണ് താനും. പക്ഷേ ഇപ്പോൾ മുമ്പോട്ട് വന്നിട്ടുള്ളത് കരട് മാത്രമാണ്. ഈ കാര്യത്തിൽ സർക്കാർ
പൊതുജനാഭിപ്രായം രൂപീകരിച്ച ശേഷം മാത്രമായിരിക്കും ഇത് നടപ്പാക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് സമൂഹത്തിൽ ഇത് തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നത് തന്നെയാണ്. ഒരുപക്ഷെ നേർക്കുനേർന്നതിന് തുടക്കമായി എന്ന് മാത്രം വിശ്വസിക്കുന്നു. ഇവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാവാം. ഇത് കൂടുതൽ ചർച്ചകൾക്ക് സമൂഹത്തിന് വഴിവെക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നേർക്കുനേർ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി